നമസ്കാരം. മോദിക്ക് അങ്ങനെയൊന്നും ബാബ രാംദേവിനെ കൈവിടാനാവില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു പോലും ബാബയെ സംരക്ഷിക്കാൻ മോദി തയ്യാറാവും. അതിനുവേണ്ടി ഇറക്കിയ ഉത്തരവ് കോടതിയുടെ കണ്ണിൽ പെട്ടതോടെ നാണം കെട്ടു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രിസഭ. പാരമ്പര്യത്തെ ശാസ്ത്രമായി അവതരിപ്പിക്കുന്ന കച്ചവട തന്ത്രങ്ങൾക്ക് തടയിടാനുള്ള കോടതി വിധി മറികടക്കാനായി കേന്ദ്ര സർക്കാർ തിടുക്കപ്പെട്ട് പുറത്തിറക്കിയ വിജ്ഞാപനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ, മയക്കുമരുന്ന്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വിജ്ഞാപനമാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത്. ഇത്തരം പരസ്യങ്ങൾ അനുമതിയില്ലാതെ പ്രസിദ്ധീകരിക്കരുതെന്ന് കോടതി വ്യവസ്ഥ ചെയ്തിരുന്നു. ഇത് മറികടക്കാനുള്ള ആയുഷ് മന്ത്രാലയത്തിന്റെ ശ്രമങ്ങൾക്കാണ് കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടത്. ശ്രമിച്ചത് നിയന്ത്രണ ചട്ടം ഒഴിവാക്കാൻ ആയുർവേദ, സിദ്ധ, യുനാനി മരുന്നുകളുടെ പേരിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിരോധിക്കുന്ന ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസ് 1945 ചട്ടം 170 ഒഴിവാക്കിയാണ് ആയുഷ് മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കിയത്. ഈ വിജ്ഞാപനം 2024 മെയ് 7 കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന് വിരുദ്ധമായാണ് ഇരിക്കുന്നതെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. ഉത്തരവിന്റെ ലംഘനമാണ് ആയുഷ് മന്ത്രാലയം നടത്തിയിരിക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ ഹിമ കോഹ്ലി, സന്ദീപ് മേത്ത എന്നിവർ അടങ്ങുന്ന ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സംസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ച് ചട്ടം 170 പ്രകാരം ആയുഷ് വകുപ്പിന് കീഴിൽ വരുന്ന ഇത്തരം സ്ഥാപനങ്ങൾക്കും ഉൽപ്പന്ന വിപണനത്തിനും എതിരെ നടപടി പാടില്ലെന്ന് കാണിച്ച് ആയുഷ് മന്ത്രാലയം 2023 ഓഗസ്റ്റിൽ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരുന്നു. പരാതി ഉയർന്നതോടെ ഇത് പിൻവലിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ കത്ത് പിൻവലിക്കുന്നതായി കോടതിയെ അറിയിച്ചുവെങ്കിലും ഉണ്ടായില്ല. പകരം കഴിഞ്ഞ ജൂലൈ 1 ചട്ടം 170 ഒഴിവാക്കി ഉത്തരവ് ഇറക്കുകയും ചെയ്തു. ഇവ മറച്ചുവെച്ച് കോടതി ഉത്തരവ് പ്രകാരം നടപടിയെടുത്തതായി സുപ്രീം കോടതി മുൻപാകെ സത്യവാങ്മൂലവും സമർപ്പിച്ചു. പറയാത്ത കാര്യം ചെയ്തിട്ട് അതിന് മറയിടാൻ സത്യവാങ്മൂലവും സമർപ്പിച്ച സർക്കാർ നിലപാടിൽ സുപ്രീം കോടതി അതിശയം പ്രകടിപ്പിച്ചു. ബാബ രാംദേവിന്റെ പതഞ്ജലി ആയുർവേദിന്റെ ഉൽപ്പന്നത്തിന് COVID-19 ഭേദമാക്കാൻ കഴിയുമെന്ന് കമ്പനി പരസ്യങ്ങളിൽ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിക്കാത്തതിന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചും അലോപ്പതിയെ വിമർശിക്കുന്നതിനെക്കുറിച്ചും പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിലും കേന്ദ്രം നടപടിയെടുക്കാത്തതിന് കോടതി നിശിതമായി വിമർശിച്ചിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഉത്തരവ് മറികടക്കാൻ വീണ്ടും ശ്രമിച്ചത്. ബാബ രാംദേവിന്റെ കച്ചവടം തടഞ്ഞ ചട്ടം തെറ്റിദ്ധരിപ്പിക്കുന്നതും അശാസ്ത്രീയത പ്രചരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ നൽകിയതിന് ബാബ രാംദേവിന്റെ പതഞ്ജലിക്കെതിരെ സുപ്രീം കോടതി കടുത്ത നിലപാടെടുത്തിരുന്നു. തുടർന്ന് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. പരസ്യങ്ങളും ചില ഉൽപ്പന്നങ്ങളും പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങൾ പ്രകാരമാണ് ഒരു പരസ്യത്തിന് അനുമതി നൽകുന്നതിന് മുമ്പ് പരസ്യദാതാക്കളിൽ നിന്ന് സ്വയം പ്രഖ്യാപനം വാങ്ങണമെന്ന് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ പരസ്യത്തിൽ ഇല്ലെന്നും ഒഴിവാക്കാനുമാണ് ഈ നിയമം ലക്ഷ്യം വെക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിന് രാംദേവിനും പതഞ്ജലിക്കുമെതിരെ കേസ് നടത്തിയ വിവരാവകാശ പ്രവർത്തകനായ ഡോക്ടർ ബാബു KV സുപ്രീം കോടതി ഉത്തരവിനെ അഭിനന്ദിച്ചു. നമ്മുടെ രാജ്യത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയാൻ ഫലപ്രദമായ നിയമമുള്ളതിനാൽ ഈ വ്യവസ്ഥ ഒഴിവാക്കരുതെന്ന് ഡോക്ടർ ബാബു പ്രതികരിച്ചു. ഹിന്ദുത്വ പ്രഭാവത്തിന്റെ കച്ചവട സാധ്യതയെ നല്ലവണ്ണം മുതലെടുത്ത് കോടീശ്വരനായ ബാബ രാംദേവിന് മോദി ഭരണത്തിന്റെ തണലുണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. അത് സുപ്രീം കോടതി ഒന്നുകൂടി തുറന്നു കാട്ടി എന്ന് മാത്രം.